നമസ്കാരം, ഞാൻ ഡോക്ടർ രമേഷ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഗ്യാസ്ട്രോഎൻട്രോളജിയിലെ വളരെ സുപ്രധാനമായ ഒരു പരിശോധനയായ എൻഡോസ്കോപ്പിയെക്കുറിച്ചാണ്. ആദ്യമായി എന്താണ് എൻഡോസ്കോപ്പി എന്ന്? എൻഡോസ്കോപ്പി എന്നാൽ എൻഡോ എന്ന വാക്കിൻ്റെ അർത്ഥം അകത്ത് അല്ലെ ഉള്ളിൽ എന്നാണ്. സ്കോപ്പി എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. അപ്പോൾ നമ്മുടെ കുടലിൻ്റെ ഉൾഭാഗം, അന്നനാളത്തിൻ്റെ ഉൾഭാഗം, ആമാശയത്തിൻ്റെ ഉൾഭാഗം ഇത് കാണുന്ന ടെസ്റ്റാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. എത്ര തരം എൻഡോസ്കോപ്പി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം. നമ്മൾ എൻഡോസ്കോപ്പി വായിൽ കൂടെ ഒരു ക്യാമറ ട്യൂബ് കടത്തി ചെയ്യും, അതുപോലെ തന്നെ മലദ്വാരത്തിൽ കൂടെ ഒരു ക്യാമറ ട്യൂബ് കടത്തി ചെയ്യും. വായിക്കൂടെ ഒരു ക്യാമറ ട്യൂബ് കടത്തി ചെയ്യുന്നതിന് നമ്മൾ അപ്പർ ജി എൻഡോസ്കോപ്പി അല്ലെങ്കിൽ OGD സ്കോപ്പി എന്നൊക്കെ പറയും. മലദ്വാരത്തിൽ കൂടെ ക്യാമറ ട്യൂബ് കടത്തി നോക്കുന്നതിന് നമ്മൾ കൊളോണോസ്കോപ്പി എന്ന് പറയും. കോളൻ എന്ന് വെച്ചാൽ വൻകുടലിൻ്റെ പേരാണ്. ഇത് കൂടാതെ ചെറുകുടലിൻ്റെ പരിശോധനയ്ക്കായിട്ട് എൻഡ്രോസ്കോപ്പി, പിത്താശയത്തിൻ്റെ പിത്തക്കുഴലിൻ്റെയും പാങ്ക്രിയാസിൻ്റെയും പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ERCP, എൻഡോസ്കോപ്പിക് അൾട്രാസോണോഗ്രാഫി എന്നുള്ള പരിശോധനകളും നമുക്കിന്ന് ലഭ്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് അപ്പർ ജി എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി എന്നിവയെക്കുറിച്ചാണ്. നമ്മൾ എന്തിനാണ് സാധാരണ അപ്പർ ജി എൻഡോസ്കോപ്പി ചെയ്യുന്നത്? ഒരു രോഗി രക്തസ്രാവം, ആന്തരിക രക്തസ്രാവമായിട്ട് വരുമ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യും. അതുപോലെ തന്നെ അമിതമായ വയറ്റുവേദനയായിട്ട് വരുമ്പോൾ, അൾസർ തുടങ്ങിയ അസുഖങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെയ്യും. വൻകുടൽ അല്ലെങ്കിൽ ആമാശയം, അന്നനാളം തുടങ്ങിയ അവയവങ്ങളുടെ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യും. എന്തെങ്കിലും അന്യവസ്തുക്കൾ, അതായത് കുട്ടികളൊക്കെ ബാറ്ററി അല്ലെങ്കിൽ നാണയം തുടങ്ങിയ വിഴുങ്ങുമ്പോൾ അത് പുറത്തെടുക്കുന്നതിന് വേണ്ടി എൻഡോസ്കോപ്പി ചെയ്യും. കുടലിന് ചുരുക്കമുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യും. അങ്ങനെ നിരവധി കാരണങ്ങൾ എൻഡോസ്കോപ്പിക്ക് ഉണ്ട്. എന്നാൽ സാധാരണയായിട്ട് വയറുവേദന, ഭക്ഷണം കഴിക്കാനുള്ള തടസ്സം, ബ്ലീഡിങ് തുടങ്ങിയവയാണ് എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയുള്ള സാധാരണയായ കാരണങ്ങൾ. എൻഡോസ്കോപ്പി വഴി വിവിധ തരം ചികിത്സകളും ഇന്ന് ലഭ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും അന്യവസ്തുക്കൾ ഉള്ളിൽ ചെന്നാൽ അത് എടുത്തു മാറ്റേണ്ടതാണെങ്കിൽ എടുത്തു മാറ്റാൻ വേണ്ടി എൻഡോസ്കോപ്പി വഴി സാധ്യമാണ്. അതുപോലെ തന്നെ ആന്തരിക രക്തസ്രാവം, ചിലപ്പോൾ ഞരമ്പ് പൊട്ടിയൊക്കെ വരാം, വേരിസസ് എന്ന് പറയുന്നത്, അതുപോലെ അൾസറിൽ നിന്ന് വരാം. അതിനുള്ള ചികിത്സയായിട്ടും നമ്മൾ എൻഡോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട്. എൻഡോസ്കോപ്പി വഴിയാണ് ഇന്ന് പ്രധാനമായിട്ട് അതിൻ്റെ ചികിത്സ ചെയ്യുന്നത്. ക്യാൻസർ രോഗനിർണയത്തിന് ബയോപ്സി എടുക്കുന്നതിന് വേണ്ടി എൻഡോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ അന്നനാളം ചുരുങ്ങിപ്പോകുമ്പോഴത്തേക്കും അതിൽ സ്റ്റെൻറ്റ് വെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് വികസിപ്പിക്കുന്നതിന് വേണ്ടി എൻഡോസ്കോപ്പി തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രായോഗികമായ ചികിത്സ. കൊളോണോസ്കോപ്പി വഴി നമുക്ക് ഈ വൻകുടലിലെ ക്യാൻസർ, അത് കൊളോണിക് ക്യാൻസർ വരുന്നതിൻ്റെ ചെറിയ രൂപങ്ങളായ കൊളോണിക് പോളിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പോളിപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം അത് സർജറി കൂടാതെ, ഓപ്പറേഷൻ കൂടാതെ എൻഡോസ്കോപ്പി വഴി തന്നെ മാറ്റുന്ന ഒരു ചികിത്സ ഇന്ന് ലഭ്യമാണ്. അതിന് എൻഡോസ്കോപ്പിക് പോളിപെക്ടമി എന്ന് പറയും, കൊളോണോസ്കോപ്പിക് പോളിപെക്ടമി. ഇത് കൊളോണോസ്കോപ്പിയുടെ സാധ്യത വളരെയധികം കൂട്ടുന്നുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ ഈ കൊളോണോസ്കോപ്പിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും കൊളോണോസ്കോപ്പി പരിശോധനയ്ക്ക് വിധേയമാകുകയും ചെയ്യുന്നത് അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വൻകുടലിലെ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രയോജനകരമാണ്. എൻഡോസ്കോപ്പിയെ പറ്റി വരുമ്പോൾ സാധാരണ ജനങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന സംശയം, ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടെസ്റ്റ് അല്ലേ എന്നുള്ളതാണ്. പൂർണ്ണ ഉത്തരവാദിത്വ ബോധത്തോട് ഞാൻ പറയുന്നു, ഇതൊരു ബുദ്ധിമുട്ടുള്ള ടെസ്റ്റ് അല്ല, ഇത് താരതമ്യേന സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് തന്നെയാണ്. രോഗി അധികം മാനസിക സംഘർഷം അനുഭവിക്കാതെ സാധാരണഗതിക്ക് തന്നെ ഈ ടെസ്റ്റിനെ സമീപിക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റ് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ പാർശ്വഫലങ്ങൾ, അതായത് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ്. അപ്പോൾ പല സാഹചര്യത്തിലും മറ്റു മാർഗങ്ങൾ വഴി രോഗനിർണയവും ചികിത്സയും സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ എൻഡോസ്കോപ്പ് വഴിയുള്ള രോഗനിർണയങ്ങളും ചികിത്സയും നമുക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് അറിഞ്ഞിരിക്കുക. എൻഡോസ്കോപ്പിയുടെ കോംപ്ലിക്കേഷൻസ് വളരെ വളരെ കുറവാണ് എന്നുള്ളത് ഒരു തവണയും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്ക്, ബുദ്ധിമുട്ട് ആണെന്ന് തോന്നുന്നവർക്ക് ചെറിയ ഒരു സെഡേഷൻ വഴി എൻഡോസ്കോപ്പി സമീപിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം.